എന്തുമാ എന്ത് സിറ്റ് ഇരി സിറ്റിടാ സിറ്റ് നല്ല സുത്തല്ലേ മടി സുന്ദരനല്ലേ ഇരിയുമാ കുട്ടുപോവൻ്റെ അമ്മ കേട്ടാ കിടക്കുന്നത്. നിന്റെ അനിയനോടെ വെള്ളയനെവിടമ്മാ അമ്മുകുട്ടിയെ കുട്ടുവാവേ എവിടെ നിന്റെ അനിയൻ വെള്ളയന്? എവിടമ്മാ എവിടെ അവന്? അമ്മൂട്ടിയെ എവിടെ നിന്റെ മോനോടെ വെള്ളയനെവിടെ? ഊടമ്മാ ഊടെ ചുത്ത എവിടെ? ടോട്ടി എവിടെ? എവിടെ ചുത്ത എവിടമ്മാടെ? ഒരു സുന്ദരനല്ലേ? നല്ല സുന്ദരനല്ലേ? ഓപ്പോ ഉറങ്ങാ ബാബ ഉറങ്ങാ? ശരി ഉറങ്ങിക്കോ. ഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിന് മുന്നിൽ വെള്ളേന്, കുട്ടുവാവ, സ്കൂബി, അമ്മുകുട്ടി, പിന്നെ മണി എല്ലാവരും വന്ന് കിടക്കൂട്ടാ. ഉച്ചയ്ക്ക് അപ്പോൾ അന്നെല്ലാം ഉച്ചയ്ക്ക് ഞങ്ങളുണ്ടാവും ഞായറാഴ്ച മാത്രം. ബാക്കി സമയത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ സമയത്താകുമ്പോൾ നമ്മൾ ഇറച്ചി വാങ്ങുമല്ലോ. അപ്പോൾ ഇറച്ചീൻ്റെ മണം അടിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ കിടക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എല്ലാവർക്കും ഫുഡ് കൊടുക്കാറുണ്ട്. രാവിലെ പിന്നെ കുട്ടുവാവയ്ക്കും വെള്ളേനും പാൽക്കാരൻ വന്നതും കുറച്ച് പാൽ നിറയെ കൊടുക്കില്ല, പച്ചപ്പാലുണ്ടേ കുറച്ച് മാത്രം കൊടുക്കും. കാരണം ഇവരെല്ലാം പുറത്ത് കിടന്ന് ശീലമായതുകൊണ്ട് പച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നല്ല ശീലമാണ്. അതുകൊണ്ട് പിന്നെ അത് ഇവർക്ക് മാത്രം കുറച്ച് കൊടുക്കും. അതിൻ്റെ പാൽക്കാരൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കുട്ടുവാവ ഉണ്ടല്ലോ എത്ര ഉറക്കത്തിലാണെങ്കിലും ചാടി എഴുന്നേക്കും. ഇതാ എൻ്റെ സുന്ദര മോനാണ്. ഇതവൻ്റെ അനിയൻ. മൊത്തം 4 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലായിരുന്നത് കുട്ടികളൊന്നും, ചെറിയ കുട്ടികളൊന്നും. ഇവർ മാത്രം രക്ഷപ്പെട്ടു എന്നാണ് അപ്പുറത്ത് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്. ഇത് സ്കൂബിയാണ്. ഇത് നേരെ കുറച്ച് അപ്പുറത്തുള്ള വീട്ടിലുള്ളവനാണ്. പക്ഷെ അവനും നമ്മളെ വീട്ടിലാണ് വന്ന് ഇവിടെ ഫ്രണ്ടിലാണ് കിടക്കുക. എന്താന്നേ അറിഞ്ഞൂടെ. എല്ലാ മക്കൾക്കും എന്നെ കാണുമ്പോഴേ ഭയങ്കര ഒരു സ്നേഹം കൂടുകയാണ്. എൻ്റെ അടുത്ത് വന്ന് കിടക്കും. എന്നോട് അവർ അവരുടേതായ രീതിയിൽ സംസാരിക്കുന്നു. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറയുന്നു. കാലിൽ വല്ല മുള്ളു കുത്തിയിരുന്ന് അത് കാണിക്കാൻ വരുന്നു. അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വെള്ളയോ കുട്ടുവാവേ ബോഡിഗാർഡാണ് എൻ്റെ കുട്ടി. അപ്പോൾ ആർക്കാണ് ബോഡിഗാർഡ്? റേമ്പ കുട്ടിക്കാ? എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും വാക്കി കൊണ്ടുപോകുമ്പോഴേ ഇവർ രണ്ടുപേരും ബോഡിഗാർഡ് പോലെ ഇങ്ങനെ വരും. ഒരാൾ ഒരു സൈഡാണെന്ന് വെച്ചാൽ ഒരാൾ ഇന്നൊരു സൈഡ് അങ്ങനെ നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ മുന്നിൽ നടക്കും. ഇത് കണ്ട മക്കളെ കാണാനില്ലാത്തതുകൊണ്ട് അവരമ്മ വരണുണ്ട്. കണ്ട ദൂരത്തുനിന്ന് വരണുണ്ട്. പിള്ളേർ നമ്മളെ കൂടെ വന്നതിന് ശരി അവൻ്റെ അമ്മ എപ്പോഴും പിള്ളേരെ സറൗണ്ടിങ് നോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ ഇവിടെ പോയി എന്ത് ചെയ്തെന്നൊക്കെ. വെള്ളയാ ഇവിടെ വാ, നീ അടുപ്പോല്ലമ്മ ഇങ്ങോട്ട് പോരുവാ. വെള്ളയും വാ, ഓടി വാ വെള്ളയാ, ഇട്ട് പോര്. വെള്ളയാ ഇല്ലയാ ഇട്ടുമാ എന്തേ ബിസ്ക്കറ്റ് കഴിച്ചാ? ബിസ്ക്കറ്റ് കഴിച്ചില്ല? മൂന്ന് പേര് കുറയ്ക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. അപ്പുറത്തെ വീട്ടിലത്തെ ഡാനിനെ അവർ വാക്കിങ് കൊണ്ടുതന്നെ ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അവരും ഇവർ 3 പേരും മുൻജന്മത്തിലുള്ള ശത്രുക്കളെ പോലെയാണ്. അവനവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഒരു ദേഷ്യം വരുന്നത്. പക്ഷേ വെള്ളേനെയും കുട്ടുവാനും കണ്ടു കഴിഞ്ഞാൽ അത്ര ദേഷ്യമൊന്നുമില്ല കേട്ടോ. അവരോടൊക്കെ സ്നേഹമാണ്. പക്ഷെ ഡാനീനെ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ 3 പേരും അടിച്ച് കീറും. അത്രയ്ക്ക് ദേഷ്യമാണ്.